വെള്ളത്തിൽ നിന്ന് അസുഖം വന്നെന്ന് ഡോക്ടർ പറഞ്ഞുണ്ട്. വെള്ളത്തിൽ നിന്ന് വന്ന പ്രശ്നമൊന്നും അറിയില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു പനി വന്നു. ടാങ്കിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് അത് നമ്മൾക്ക് പൈപ്പ് വഴി കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷനിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ടാങ്കിൻ്റെ ഉള്ളിൽ മാലിന്യങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അറിയാൻ പാടില്ലായിരുന്നില്ല. പട്ടി എത്തതോ അങ്ങനെ തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അറിയാൻ പാടില്ലായിരുന്നില്ല. അപ്പോൾ അതിനായി നിന്നും കുറേ ആൾക്കാർക്ക് ഇങ്ങനെ മഞ്ഞപ്പിത്തം വന്നു. സ്കാനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇത് കാലിന് നീര് വന്നേക്കണത് ലിവറിലേക്ക് ബാധിച്ചതിൻ്റെ കാരണം കൊണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു നല്ലൊരു ഐറ്റം തുകയായി. അവിടെ 2-3 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന്. പെട്ടെന്ന് അസുഖം വരുന്നുള്ള പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് മുമ്പോട്ട് പോയത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഈ ചെലവും ഒക്കെ ഞങ്ങൾ വന്നപ്പോൾ ആകെ താങ്ങാനാവാത്തതായി. അങ്ങനെ വന്നപ്പോൾ കടം മേടിച്ചു. 70,000 രൂപ ഏതാണ്ട് ചിലവായിട്ടുണ്ട്. പുറമേന്ന് വാങ്ങുക ചെയ്തത് കടമായിട്ട്. ഞങ്ങളിപ്പോൾ അതിൻ്റെ ലോൺ അടച്ചുകൊണ്ടിരിക്കുക. സർക്കാരിൻ്റെ ഒരു സഹായവും ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് 2,000 രൂപ തന്നു. പിന്നെ കിറ്റ് തന്നു. പുള്ളിക്കാരത്തി തൊഴിലുറപ്പിൻ്റെ പണിക്കാണ് നടന്നത്. അപ്പം ഞാൻ സുഖമില്ലാതെ വന്നപ്പോൾ പുള്ളിക്കാരത്തി പിന്നെ പണിക്ക് പോയില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നെ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പുള്ളിക്കാരത്തി പോയില്ല. ഒന്നും തന്നെ ഇല്ല. നമുക്ക് വേറെ ഒരു വരുമാന മാർഗ്ഗമില്ല, ഒന്നുമില്ല. ഇപ്പം ട്രീറ്റ്മെൻറ്റ് തുടർന്ന് പോവാണ്. ഈ 8-ാം തീയതി വരുമ്പോൾ 7 മാസം പൂർത്തി 8ാമത്തെ മാസത്തിലേക്ക് കിടക്കും. ഇതുവരെ ജോലിക്ക് പോകാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് വേറെ വരുമാനം എന്ന് പറഞ്ഞൊന്നുമില്ല. അദ്ദേഹം ജോലിക്ക് പോയിട്ട് വേണം ഞങ്ങൾക്ക് വരുമാനം കണ്ടെത്തണമെങ്കിൽ. ഒരു കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ പയ്യൻ നടന്നു തുടങ്ങിയിട്ട്. അത്രയും ദിവസം ഞാൻ കിടപ്പായിരുന്നു. കക്കൂസി പോകണവന് പുള്ളിക്കാരത്തി പിടിച്ചുകൊണ്ട് പോകണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 2 തലക്കറങ്ങി വീണിട്ട് അടുപ്പ് സ്ലാവിൽ അടിച്ചിട്ട് ചത്തുകൊണ്ടതായിരുന്നു. ഒരാളുടെ മാത്രം കഥയല്ല ഇത്. സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പഞ്ചായത്ത് സർക്കാരിന് നൽകിയിട്ടുണ്ട്. എന്നാൽ സഹായം എന്ന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. സുജോയ് എഡ്വേർഡിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.